ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു കല്യാണം ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഹറി ബറി എന്നാവണതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നേരെ വൈകി. ഉച്ചയ്ക്ക് റിസപ്ഷൻ ആ ഒരു ടൈമായിരുന്നു. നമ്മളെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങി ഞാൻ നേരെ വൈകിയതാ. അപ്പോൾ അതേ ലെൻസ് വെച്ചപ്പോൾ എനിക്ക് ലെൻസ് വയ്ക്കൽ കൂടുതലാണ് കല്യാണത്തിന് നോക്കുമ്പോൾ. പക്ഷേ ഈ ലെൻസ് സത്യത്തിൽ കാര്യം ഉണ്ടായില്ല. കാരണം എൻ്റെ കണ്ണ് ഓൾറെഡി ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് കണ്ണിലേക്ക് എന്തെങ്കിലും ശരിക്കും കാണണം എന്നുണ്ടെങ്കിൽ ഒരു ഹണി ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു കളർ വെക്കണം. സത്യത്തിൽ എൻ്റെ കണ്ണിന് അതാണ് മാച്ച്. പക്ഷെ ഇത് വന്നിട്ട് എന്താ പറയുക, വലിയ വ്യത്യാസമൊന്നും തോന്നുന്നേ ഉണ്ടായിരുന്നില്ല എൻ്റെ നോർമൽ കണ്ണായിട്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ലെൻസ് വയ്ക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമണി കുറച്ച് വലുതായി തോന്നും. അത് മാത്രമാണ് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. കുറേ ഒന്നും ചെയ്തില്ല. നമ്മൾ വെറുതെ ബേസ് മേക്കപ്പ് ആയിട്ട് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ കുറച്ച് കൺസീലർ യൂസ് ചെയ്ത് എൻ്റെ 2 ഷെയ്ഡ് ഉണ്ട് ഇപ്പോൾ താടിയുടെ അവിടെയൊക്കെ. അപ്പോൾ അവിടെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ജസ്റ്റ് ഒരു ബ്ലഷ് ആയിട്ട് ലിപ്സ്റ്റിക് തന്നെ ഇട്ടു. അതൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ പൗഡർ ചെയ്തു. അത്രേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ലൈനർ ചെയ്തി, മസ്കാര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കും അത്ര തന്നെ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. NYBയുടെ ആണ്. അടിപൊളിയാണ് ശരിക്കും. അങ്ങനെ കുറേ നേരം ലാസ്റ്റ് ചെയ്ത് നിൽക്കും നമ്മുടെ മേക്കപ്പ്. അപ്പോൾ ഞാൻ ഈ റിങ്ങും അതുപോലെ കമ്മലും മാലൊക്കെ ഇതാണ് തൊട്ടത്. എനിക്കിത് ഭയങ്കര മാച്ചിങ് ആയി തോന്നി. ഭയങ്കര സിമ്പിളായിട്ട് തോന്നി മാലയൊക്കെ. പക്ഷെ അത് നല്ല മാച്ചിങ് ആയി തോന്നി. സത്യത്തിൽ ഈ ഡ്രസ്സ് എൻ്റെ അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. ഞാൻ ഒരു കല്യാണത്തിന് മേടിച്ചിട്ട് അവൾക്ക് ഞാൻ തിരിച്ച് കൊടുത്തില്ല. എന്തോ അങ്ങനെ കയ്യിൽ വെച്ചു. അപ്പോൾ ഇപ്രാവശ്യം കൂടി ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കൂടി അടിപൊളിയായിരുന്നു. കസിൻസിനൊക്കെ ഒരുമിച്ച് കണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച്. കസിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. കുറേ നാളെ ഞാൻ ഷുഗർ ഡയറ്റിലാണ്. പക്ഷെ എന്നാലും ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ചു. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ റിട്ടേൺ പോന്നു കേട്ടോ. കാരണം നമുക്ക് പിറ്റേ ദിവസം വർക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ റിട്ടേൺ പോന്നുകൊണ്ടിരിക്കുന്നു. നല്ല മഴയും ഇടിവെട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വന്ന് നമ്മുടെ ബൈക്ക് എടുത്തു. കൂട്ടുകാരൻ്റെ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ കാർ ചെറുതായിട്ട് പണി തന്ന വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തിരിച്ച് വന്ന് ബൈക്ക് എടുത്ത് വരുന്ന സമയത്ത് മൗസിന്ന് ഒരു അവിൽ മിൽക്ക് കൊടുക്കാൻ കൊതിയായിട്ട് കയറിയതാണ് കേട്ടോ. അവിടെ ചെന്ന് അവിൽ മിൽക്ക്, ഞാൻ അവിൽ മിൽക്കാണ് പറഞ്ഞത്. പക്ഷേ അതിലിപ്പോൾ അവിൽ ഭയങ്കര കുറവായിരുന്നു. പണ്ടത്തെ അത്ര തിക്കില്ലാത്ത പോലെ. പിന്നെ അതുപോലെ ഒരു ബൂസ്റ്റിൻ്റെ എന്തോ ഒരു ബൂസ്റ്റ് പോകുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എന്തോ ഒരു ഐറ്റമാണ് എടുത്തത്. പക്ഷേ അതിൽ ഒട്ടും കട്ടിയുണ്ടായിരുന്നില്ല. ശരിക്കും ജസ്റ്റ് ഇങ്ങനെ ജ്യൂസ് പോലെ വെള്ളമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തരുമായിരുന്നു. അവൻ എന്ത് ഇപ്രാവശ്യം ഇങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ റിട്ടേൺ പോന്നു. എൻ്റെ വീട്ടിലെത്തി ഒരു തണ്ണിമത്തനൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിറ്റേന്ന് വർക്കിനും പോകണമായിരുന്നേ. അപ്പോൾ ഇന്നത്തെ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.